ആൽഫ്രഡ് നൊബേൽ കലയും സാഹിത്യവും ശാസ്ത്രവും സംസ്കാരത്തിന്റെ നൂലുകളിൽ ബന്ധിപ്പിച്ച് ലോകത്തെ അത്ഭുതപ്പെടുത്തിയ അതുല്യ പ്രതിഭ. 1833 ഒക്ടോബർ 21 സ്റ്റോക്ക്ഹോമിലെ ഇൻവെന്ററും എഞ്ചിനീയറുമായ ഇമ്മാനുവൽ നൊബേലിന്റെയും കരോൾ ഞാൻട്രേറ്റിന്റെയും മകനായി ജനിച്ചു. പ്രൈവറ്റ് ട്യൂഷൻ ലഭിച്ചു വളർന്ന ആൽഫ്രഡ് നൊബേലിന്റെ മനസ്സിൽ കുട്ടിക്കാലം മുതലേ തന്നെ ലോർഡ് ബൈറോണും പേഴ്സി ബിഷി ഷെല്ലി തുടങ്ങിയവരുടെ കവിതകളും രസതന്ത്രവും ഊർജ്ജതന്ത്രവും നിറഞ്ഞു നിന്നിരുന്നു. 17ാമത്തെ വയസ്സിൽ തന്നെ അദ്ദേഹം റഷ്യൻ, ഫ്രഞ്ച്, ജർമ്മൻ, ഇംഗ്ലീഷ്, സ്വീഡിഷ് തുടങ്ങിയ 5ലേറെ ഭാഷകളിൽ പ്രാവീണ്യം നേടി. മകന്റെ സാഹിത്യത്തിലുള്ള അതിയായ താല്പര്യം അച്ഛൻ ഇമ്മാനുവലിനെ ചിന്താകുലനാക്കി. പിന്നീട് ഉപരിപഠനത്തിനായി പാരീസിലെ പ്രശസ്തനായ ജൂൾസ് ബെനോൾസിന്റെ ലാബിലെത്തുകയും അവിടെ വെച്ച് അസാൻഷെ സൊബേറോയെ കണ്ടുമുട്ടുകയും ഉണ്ടായി. ഇക്കാലത്താണ് സൊബേറോ നൈട്രോഗ്ലിസറിൻ കണ്ടുപിടിച്ചത്. ക്രിമിയൻ വാറിനെ തുടർന്ന് അച്ഛന്റെ ബിസിനസ് തകർന്നു. തുടർന്ന് ആൽഫ്രഡ് നൊബേലും സഹോദരനും ചേർന്ന് നൊബേൽ പ്രോസോ ഇൻഡസ്ട്രി തുടങ്ങി. അങ്ങനെ അവർ അവിടുത്തെ ഏറ്റവും സമ്പന്നരായ വ്യക്തികളായി മാറി. സാമ്പത്തിക ബാധ്യതകൾ വിട്ടുള്ള നൊബേൽ വീണ്ടും നൈട്രോഗ്ലിസറിന്റെ ഗവേഷണം ആരംഭിച്ചു. ഒരു പരീക്ഷണത്തിനിടയിലുണ്ടായ അപകടത്തിൽ സഹപ്രവർത്തകരും തന്റെ സഹോദരൻ ടിമിനും മരണപ്പെട്ടു. അപകട സാധ്യതകൾ മുന്നിൽ കണ്ട് നൊബേൽ തന്റെ തുടർന്നുള്ള ഗവേഷണങ്ങൾ ജനവാസം കുറഞ്ഞ മേഖലകളിൽ നൽകി. പരീക്ഷണാർത്ഥം അദ്ദേഹം ഡിറ്റോനേറ്റർ, കൺട്രോൾഡ് എക്സ്പ്ലോഷൻ തുടങ്ങിയവയിൽ പേറ്റന്റ് എടുത്തിരുന്നു. അത് പിന്നീട് ഡൈനാമിക്കിന്റെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചു. യുദ്ധവും കലഹങ്ങളുമായി കാലമേറെ കടന്നുപോയി. ഡൈനാമിക്കിന്റെ കണ്ടുപിടുത്തം നിരവധി ആളുകളുടെ സ്വപ്നങ്ങൾ തകർത്തിരുന്നു. എനിക്ക് നൊബേലിന്റെ സഹോദരൻ ലഡ്വിക് അന്തരിച്ചു. എന്നാൽ പത്രങ്ങളിൽ അത് നൊബേൽ മരണപ്പെട്ടു എന്നായി വാർത്തകൾ വന്നു. ദ മെർച്ചന്റ് ഓഫ് ഡെത്ത് ഈസ് ഡെഡ്. വാർത്തകളുടെ ആൽഫ്രഡ് മനസ്സിലാക്കി ചരിത്രം തന്നെ ഒരു കുറ്റവാളിയെ ചിത്രീകരിക്കുന്നത്. അതീവ ദുഃഖിതനായ ആൽഫ്രഡ് തന്റെ വിൽപത്രം ഇങ്ങനെ എഴുതി: My entire remaining estate should be used to endow prizes to those who, during the preceding years, shall have conferred the greatest benefit on mankind. ശേഷം 1896 ഡിസംബർ 10 ഇറ്റലിയിൽ വെച്ച് ആ മഹാപ്രതിഭ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹത്തിന്റെ മരണശേഷം 5 വർഷം വേണ്ടിവന്നു നൊബേൽ പ്രൈസ് നൽകാൻ. 1901 ഡിസംബർ 10 5 വിഭാഗങ്ങളിലെ ആദ്യ നൊബേൽ പ്രൈസ് നൽകി. കെമിസ്ട്രി, ഫിസിക്സ്, ഫിസിയോളജി ഓഫ് മെഡിസിൻ, ലിറ്ററേച്ചർ ആൻഡ് പീസ്. വീണ്ടും 68 വർഷം വേണ്ടിവന്നു എക്കണോമിക്സിനുള്ള ആദ്യ നൊബേൽ പ്രൈസ് നൽകാൻ. 1901 നിലനിന്നിരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യ ബഹുദൂരം മുന്നോട്ട് പോയി. എന്നിട്ട് നൊബേൽ പ്രൈസ് നൽകുന്ന മേഖലകളിൽ മാത്രം ഇപ്പോഴും മാറ്റമില്ലാതിരുന്നു. ഇക്കാരണത്താൽ അർഹതയുള്ള പല കണ്ടുപിടുത്തങ്ങൾക്കും നൊബേൽ പ്രൈസ് കിട്ടാതെ വന്നു. 2009 ഒരു സംഘം ശാസ്ത്രജ്ഞർ ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ട് നൊബേൽ പ്രൈസ് കമ്മിറ്റിക്ക് ഒരു നിവേദനം നൽകി.